നമ്മൾ ഫോക്കസ് വാർത്തകളിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് കൊല്ലത്ത് അമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അത് അമൃതാനന്ദമയിയെ ഇടത് സർക്കാർ ആദരിക്കുന്നു എന്നതാണ്. ഇടത് സർക്കാരിന്റെ ആദരം ഏറ്റുവാങ്ങുന്നു അമൃതാനന്ദമയി എന്നതാണ് ആ ഒരു പ്രത്യേകത. ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങ് അവിടെ നടക്കുന്നത്. 2 മന്ത്രിമാരാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ 5 മണി സമയത്താണ് ചടങ്ങ് ആരംഭിക്കാനിരിക്കുന്നത്. 2 മന്ത്രിമാർ പങ്കെടുക്കുന്നു. അത് സജി ചെറിയാനും ഒന്ന് ധനമന്ത്രി KN ബാലഗോപാലുമാണ്. ആ 2 മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ ആദരം അർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ ആണ് ചടങ്ങ് നടക്കുന്നത്. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തിൽ മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യമാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചില മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ 2000 ഓഗസ്റ്റ് 29 നടന്ന സഹസ്രാബ്ദ ലോക സമാധാന ആധ്യാത്മിക ഉച്ചകോടിയിലായിരുന്നു അമൃതാനന്ദമയിയുടെ മലയാളത്തിലുള്ള പ്രസംഗം ഉണ്ടാകുന്നത്. അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെയും ഒക്കെ സന്ദേശമാണ് ആ പ്രസംഗത്തിലൂടെ അമൃതാനന്ദമയി അന്ന് ലോകത്തിന് നൽകിയത്. 3 മിനിറ്റ് നീണ്ട പ്രസംഗമായിരുന്നു. അപ്പോൾ അതിന്റെ രജത ജൂബിലി ആഘോഷിച്ചുകൊണ്ട് അമൃതാനന്ദമയിയെ ആദരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത, ഇന്ന് നടക്കാൻ പോകുന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരമൊരു ആദരം സംഘടിപ്പിക്കുന്നു എന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം നിർണായകമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിരുന്നു അയ്യപ്പ സംഗമം എന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയ രീതിയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർ മത സാമുദായിക സംഘടനകളെ ഒപ്പം കൂട്ടാനുള്ള ഒരു തന്ത്രം മെനഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയായിരുന്നു അയ്യപ്പ സംഗമം. അത് വളരെ വിജയകരമാക്കി മാറ്റാൻ അവരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ വേണം നമ്മൾ അമൃതാനന്ദമയിക്ക് ആദരമൊരുക്കുന്ന ഈ ചടങ്ങിനെയും നോക്കിക്കാണാൻ. കാരണം ഈ മത സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തുന്നതിലൂടെ എന്താണോ ലക്ഷ്യമിട്ടത് അത് തന്നെയാണ് അമൃതാനന്ദമയിയെ ഒപ്പം നിർത്തുന്നതിലൂടെ CPM ശ്രമിക്കുന്നതും നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മത സാമുദായിക സംഘടനകളെ അണിനിരത്തിക്കൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ച് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹൈന്ദവ വോട്ടുകൾ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുന്ന, അവരുമായി ചേർന്ന് നിൽക്കുന്ന ആത്മീയ രംഗത്തുള്ള വ്യക്തികളെ കൂടി ഒപ്പം കൂട്ടുന്നു എന്നത് വേണം അമൃതാനന്ദമയിയെ ഈ രീതിയിൽ ആദരിക്കുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു കാലത്ത് ആൾ ദൈവം എന്ന് പറഞ്ഞ് വിമർശനമുന്നയിച്ച അമൃതാനന്ദമയിയെയാണ് CPM കൂടെ കൂട്ടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു വൈരുദ്ധ്യം. പല നിലപാടുകളിലെ മാറ്റങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ശബരിമലയിലെ വിഷയത്തിലാണെങ്കിൽ, മത സാമുദായിക സംഘടനാ നേതാക്കളോടുള്ള സമീപനത്തിലാണെങ്കിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു മാറ്റം CPMന് അമൃതാനന്ദമയിയുമായുള്ള കാര്യത്തിലും ഉണ്ടാകുന്നു എന്നതാണ് ഇവിടെ വ്യക്തം. CPMന്റെ നയപരമായ മാറ്റം കൃത്യമായി ബോധ്യമാകാൻ നമുക്ക് അധികം സഞ്ചരിക്കുകയൊന്നും വേണ്ട. ശബരിമലയുടെ കാര്യം നമുക്ക് ഓർമ്മയുള്ളതാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോൾ തന്നെ RSS സംഘടിപ്പിച്ച പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുത്തത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു, വലിയ വിവാദമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ, അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരികയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. RSSന്റെ വേദിയിൽ അമൃതാനന്ദമയി പോകാൻ പാടില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആൾ ദൈവം എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് തന്നെ CPM ഇതിനു മുൻപും നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമായി കൂടി ഒരു രാഷ്ട്രീയ വേദിയിൽ അങ്ങനെ ഒരാൾ എത്തുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തത് ശരിയായില്ല എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അല്പം കൂടി കടന്ന് അമൃതാനന്ദമയി മഠത്തിൽ ഏതൊക്കെ ആളുകൾ വരുന്നു, സ്ത്രീയും പുരുഷനും വരുന്നു, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ നിഷ്ഠയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ടോ അത് എന്ന ചോദ്യം ഉന്നയിക്കുകയും
അങ്ങനെ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിച്ചുകൂടാ എന്ന ചോദ്യമുയർത്തുകയും ഒക്കെ ചെയ്തു. വലിയ വിവാദങ്ങളും ചർച്ചകളുമായതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നിലപാടെടുത്ത, ഒരു കാലത്തെന്നല്ല, ശബരിമല സ്ത്രീ പ്രവേശന വേളയിൽ പോലും നിലപാടെടുത്ത CPM ആണ് ഇപ്പോൾ ഈ രീതിയിൽ നിലപാട് മാറ്റുന്നത്. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന പ്രക്ഷോഭങ്ങളിൽ അണിനിരന്നതിൻ്റെ പേരിലാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. മറ്റൊരു കാര്യം, CPMന്റെ പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന ലേഖനത്തിൽ അമൃതാനന്ദമയിയെ വിമർശിക്കുന്നതാണ്. ആൾ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം CPM ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയായിരുന്നു ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലും ഈ വിമർശനം ഉണ്ടാകുന്നത്. RSS പിന്തുണയോടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആൾ ദൈവം എന്നതാണ് പീപ്പിൾ ഡെമോക്രസിയിൽ അമൃതാനന്ദമയിക്കെതിരെ വന്ന പരാമർശം. മുഖപ്രസംഗത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും അന്ന് അമൃതാനന്ദമയിക്കെതിരെ ഉണ്ടായിരുന്നു. ദേര സച്ച സൗദ തലവൻ ഗുർമീത് റാം റഹീം സിംഗ് ബലാത്സംഗ കേസിൽ കുറ്റക്കാരനായ വിധി വന്നതിന് ശേഷം ആൾ ദൈവങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അന്ന് അമൃതാനന്ദമയിക്കെതിരെ മാത്രമല്ല, ആൾ ദൈവങ്ങളായി അറിയപ്പെടുന്ന എല്ലാവർക്കെതിരെയും ആ ലേഖനത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഭൂമി കയ്യേറാനും തട്ടിപ്പ് നടത്താനും ആൾ ദൈവങ്ങൾക്ക് സഹായം നൽകുന്നത് BJP ആണെന്നും RSS ആണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലായിരുന്നു അന്നുണ്ടായിരുന്നത്. ബാബ രാംദേവിനെതിരെ, ജഗ്ഗി വാസുദേവിനെതിരെ, ശ്രീ രവിശങ്കർ എന്നിവർക്കെതിരെ ഒക്കെ ഉള്ള വിമർശനങ്ങൾക്കൊപ്പം തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശനവും അവിടെ ഉയർത്തിയിരുന്നത്. അപ്പോൾ പീപ്പിൾ ഡെമോക്രസിയിൽ വന്ന ലേഖനം അമൃതാനന്ദമയിയെ നിശിതമായി വിമർശിക്കുന്നതായിരുന്നു, അവരെ സഹായിക്കുന്നവരെ വിമർശിക്കുന്നതായിരുന്നു. മാത്രവുമല്ല, അമൃതാനന്ദമയിയുടെ ഈ മഠത്തിനെതിരെയും ഒപ്പം തന്നെ ഈ ശബരിമല പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയത്തിലുമൊക്കെ CPM ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ വിധത്തിലും അവരെ തേജോവധം ചെയ്യുകയാണ് CPM എന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിഹത്യ നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നിന്നൊക്കെ മാറിയാണ് CPM ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. മറ്റൊരു തരത്തിലും ഒരു ഘട്ടത്തിൽ അമൃതാനന്ദമയിയുടെ മഠത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ തന്നെ മഠത്തിലെ അന്തേവാസിയായ 20 വർഷത്തോളം സന്തത സഹചാരിയായിരുന്ന ഓസ്ട്രേലിയൻ വനിത പുസ്തകം എഴുതുന്നു. അത് വലിയ വിവാദമാകുന്നു, വലിയ ചർച്ചയാകുന്നു കേരളത്തിൽ ഉൾപ്പെടെ. ആ ഘട്ടത്തിൽ കൈരളി പീപ്പിൾ TVക്ക് വേണ്ടി അവരുടെ ഇന്റർവ്യൂ എടുക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. ആ നടപടി കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ MA ബേബിയുടെ തോൽവിയിലേക്ക് നയിച്ചു എന്ന് പോലും വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി അതിന് തിരിച്ചടി കൊടുക്കേണ്ടി വന്നു. CPM എന്ന തരത്തിലുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ CPM ഇപ്പോൾ വിജയിക്കാനുള്ള എല്ലാ പഴുതുകളും തേടുകയാണ്. ഏറ്റവും ചെറിയ വഴി പോലും സുരക്ഷിതമാക്കുകയാണ് CPM ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആണയിട്ട് പറയുന്നത്. അത് ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയാണ്, നാളെയും അങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ആ ഉറപ്പ്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ ചെയ്ത തെറ്റുകൾ ഓരോന്നായി തിരുത്തുന്നു CPM എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തെറ്റെന്ന് അവർ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ് ഞാൻ തെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഒരു തിരിച്ചടിക്ക് ഘടകമാകുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തി CPM മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അമൃതാനന്ദമയിയുടെ കാര്യത്തിലും അത്തരം ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ ഒരു U-ടേൺ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആദരിക്കൽ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്.